തൃശൂർ അതിരൂപതയുടെയും പൗരാവലിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോൺ നത്താലയ്ക്ക് നഗരം നാളെ വഴിമാറും. വൈകിട്ട് 5 മണിക്ക് സ്വരാജ് റൗണ്ട് ചുറ്റുന്ന ഘോഷയാത്രയിൽ 10,000 സാന്റാക്ലോസ്മാരും 2,000 മാലാഖമാരും അണിനിരക്കും. നാളെ വൈകിട്ട് 5-ന് സെന്റ് തോമസ് കോളേജിന്റെ മുൻവശത്തു നിന്നുമാണ് ക്രിസ്മസ് ആഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ബോൺ നത്താലെ ഘോഷയാത്ര ആരംഭിക്കുക. 20-ലധികം ഫ്ലോട്ടുകളാണ് ഇക്കുറി ബോൺ നത്താലേക്ക് മിഴിവ് പകരുന്നത്. യുനെസ്കോ പുരസ്കാരം നേടിയ വടക്കുംനാഥ ക്ഷേത്രവും താജ്മഹലും ഘോഷയാത്രയിൽ തൃശൂരിന്റെ മതേതര പാരമ്പര്യത്തിന്റെ അടയാളമാകും. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന ഘോഷയാത്രയിൽ 10,000-ഓളം സാന്താക്ലോസ്മാരും 2,000-ഓളം മാലാഖമാരും അണിനിരക്കും. കുട്ടികളുടെ ഫാൻസി ഡാൻസാണ് ഇക്കുറി ബോൺ നത്താലയെ വ്യത്യസ്തമാക്കുന്നത്. വിവിധ പക്ഷികളുടെയും പൂക്കളുടെയും വസ്ത്രങ്ങളണിഞ്ഞ നൂറുകണക്കിന് കുട്ടികൾ ഫാൻസി ഡാൻസിലുണ്ടാകും. ബോൺ നത്താലയുടെ ഭാഗമായി കാരുണ്യ പ്രവർത്തന പദ്ധതികളും അതിരൂപതയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. മതസൗഹാർദ്ദത്തിന്റെ ആഘോഷമാക്കുന്നു. ഊന്നൽ കൊടുക്കുന്നത് ഇതില് പൊതുവായിട്ട് ഇത് പ്രൊസഷനാണ്. ആദ്യത്തെ വർഷം അതിൻ്റെ ഒരു ആരംഭമായിരുന്നു. കഴിഞ്ഞ വർഷം ഗിന്നസ് റെക്കോർഡായിരുന്നു. ഈ വർഷം അതിൻ്റെ ഒരു കൾച്ചറൽ പ്രൊസഷൻ, അതിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒപ്പം കാരുണ്യ പ്രവൃത്തികളെ കുറിച്ചും. ബോൺ നത്താലയുടെ ഭാഗമായി നഗരം ദീപാലംകൃതമായി കഴിഞ്ഞു. കാർഷിക, വ്യവസായ, വിദ്യാഭ്യാസ, വിജ്ഞാന പ്രദർശനവും തൃശൂരിൽ പുരോഗമിക്കുന്നു. റിപ്പോർട്ടർ, തൃശൂർ.